അമിതവണ്ണം കുറയ്ക്കണോ? ചായ കുടിക്കാൻ ഇഷ്ടമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഒരു ടിപ്പ് പറയട്ടെ. പണ്ടുകാലത്ത് അമ്മമാരും മുത്തശ്ശിമാരും ഒക്കെ വീടുകളിൽ ഉണ്ടാക്കിയിരുന്നത് ശർക്കര ചായയും കാപ്പിയും ഒക്കെ ആയിരുന്നു. പഞ്ചസാരയേക്കാൾ ആരോഗ്യ ഗുണങ്ങൾ കൂടുതലാണ് ശർക്കരയ്ക്കുള്ളത്. അമിതമായി പ്രോസസ്സിംഗ് ഇല്ലാത്തതിനാൽ തന്നെ ധാരാളം അയൺ, ഫൈബർ, കാൽഷ്യം എന്നിവയെല്ലാം ശർക്കരയിൽ അടങ്ങിയിരിക്കുന്നു. ചായയിൽ ശർക്കര ചേർത്താൽ ശരീരഭാരം കുറയ്ക്കാം എന്നാണ് പറയപ്പെടുന്നത്. ശരീരത്തിൽ മെറ്റബോളിസം കൃത്യമായാൽ ശരീരഭാരം നിയന്ത്രിക്കാൻ സാധിക്കും. കൊഴുപ്പിനെ വേഗത്തിൽ ഉരുക്കിക്കളയാൻ മെറ്റബോളിസം സഹായിക്കും. മെറ്റബോളിസം വർദ്ധിക്കണമെങ്കിൽ കൃത്യമായ ദഹനം നടക്കണം. ദഹനക്കേട് ചിലരിൽ അമിതവണ്ണത്തിനും കുടവയറിനും ഇടയാക്കാറുണ്ട്. ശരീരത്തിൽ ഇൻഫ്ലമേഷൻ വർദ്ധിക്കുന്നതിന് ദഹനക്കേട് ഒരു കാരണമാകുന്നു. ഇത്തരത്തിൽ നീർക്കെട്ട് മൂലം ശരീരഭാരം അമിതമായി കാണപ്പെടുന്നു. ശർക്കരയിൽ ധാരാളം നാരുകൾ അടങ്ങിയിരിക്കുന്നതിനാൽ ശർക്കര ചേർത്ത ചായ കുടിക്കുന്നതിലൂടെ ദഹനം എളുപ്പമാക്കാൻ സാധിക്കും. ഇത് ശരീരത്തിലേക്ക് കൊഴുപ്പ് കൃത്യമായ അളവിൽ എത്തിക്കുന്നതിനും രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് വേഗത്തിൽ വർദ്ധിക്കുന്നത് തടയാനും സഹായിക്കുന്നു. ശർക്കരയിൽ ഫൈബറും പൊട്ടാഷ്യവും അടങ്ങിയിരിക്കുന്നത് കൊണ്ട് ഒരു പരിധി വരെ ഇത് മെറ്റബോളിസം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. മറ്റൊന്ന്, ശർക്കരയിൽ അയൺ, വൈറ്റമിൻ എ, വൈറ്റമിൻ ബി, മിനറൽസ്, കാൽഷ്യം, മഗ്നീഷ്യം, ഫോസ്ഫറസ് എന്നിവയെല്ലാം അടങ്ങിയിരിക്കുന്നു. ഇതെല്ലാം മൊത്തത്തിലുള്ള ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുന്നു. കൂടാതെ ശരീരഭാരം നിയന്ത്രിച്ച് നിലനിർത്താനും സഹായിക്കുന്നു. ശർക്കര ചേർത്ത ചായ എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ആവശ്യത്തിന് ശർക്കരയും 5 തുളസിയില, ഒരു കഷ്ണം കറുവാപ്പട്ട, കുറച്ച് കുരുമുളക് പൊടി എന്നിവ ചേർത്ത് തിളപ്പിച്ച് ചായ പോലെ ആക്കിയെടുക്കുക. ആവശ്യത്തിന് തേയിലയോ അല്ലെങ്കിൽ കാപ്പിപ്പൊടിയോ ഉപയോഗിക്കാം. ഒരു ടിപ്പ് എടുത്തു പറയേണ്ടത്, ഈ കാപ്പിപ്പൊടിയും ചായയും ഇല്ലെങ്കിൽ അത്രയും നല്ലത്. ഇത് കൂടുതൽ ഗുണം ചെയ്യും. ഇത് പതിവാക്കുന്നത് ശരീരഭാരം നിയന്ത്രിക്കാൻ സഹായിക്കും. ഈ പറഞ്ഞത് സ്ഥിരമായി ചായ കുടിക്കുന്നവർക്ക് ഒരു മാറ്റത്തിനായി മാത്രമാണ്. ഇനി നിങ്ങൾക്ക് ചായ കുടിക്കുന്ന ശീലമില്ലെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അമിതവണ്ണത്തിന് പല കാരണങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശീലങ്ങളിൽ എന്ത് മാറ്റം വരുത്താൻ ശ്രമിക്കുമ്പോഴും അതിനു മുൻപ് ഒരു വിദഗ്ധോപദേശം സ്വീകരിക്കേണ്ടതാണ്.